എൻ്റെ അമ്മ 200 രൂപയ്ക്ക് ഒരു ലോഡ് ചിക്കൻ ഫ്രൈ, അതും വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിക്കൻ ഫ്രൈ ആണിത്. കണ്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുന്നത്. ഈ ഫ്രൈ ഇവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഒരു മസാലകളൊന്നും ചേർക്കാറില്ല, ആവശ്യത്തിന് മാത്രം മസാല ചേർത്ത് സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അജിനോമോട്ടോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് പൊറോട്ടയാണ്. ഒരുപാട് പീസ് ഉണ്ട് കേട്ടോ ഈ ചിക്കൻ ഫ്രൈയിൽ. നമ്മൾ പൊറോട്ടയുടെ ഓരോ പീസ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് എത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. കാര്യം എടുക്കും തോറും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ പീസുകളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ പൊടിയുണ്ടോ, അത് സൂപ്പറാണ് കേട്ടോ. നല്ല രസമാണ് ആ പൊടിയുടെ ഈ ചിക്കൻ ഫ്രൈ കൂടെ കഴിക്കാൻ വേണ്ടി. ഈ ഗ്രേവി കണ്ടപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല കേട്ടോ. കാണുമ്പോൾ എന്തോ പോലെ ഓയിലൊക്കെ കെട്ടിക്കിടന്നൊരു സാധാ കടലിൽ കിട്ടുന്ന ഗ്രേവി പോലെ തോന്നി. പക്ഷേ ഇതിനെങ്ങനെ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഇങ്ങനെ ഒഴിച്ചു നോക്കി കേട്ടോ. ചിക്കൻ ഫ്രൈയുടെ കിട്ടിലാണ്. നമുക്ക് ആ ഗ്രേവി മാത്രം വെച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രേവിയാണ്. രണ്ടുപേരായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ടോട്ടലി വർത്തിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കുണ്ട് ക്വാണ്ടിറ്റി. നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ട് പോലും നമുക്ക് ഏകദേശം ഇത്രയും ചിക്കൻ ഫ്രൈ നമുക്ക് മിച്ചം വന്ന്, പിന്നെ ഉള്ളതിനെല്ലാം പൊതിഞ്ഞെടുത്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ